ഹേ മാധവ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. മോള് സ്കൂളിൽ പോയി തുടങ്ങിയല്ലോ. ഞാൻ പകൽ ഇവിടെ വെറുതെ ഇരിക്കുവാണല്ലോ. എനിക്ക് പറ്റുന്ന ഏതെങ്കിലും ചെറിയൊരു ജോലിക്ക് ഞാനും പോവാം. ഹരിയേട്ടന് അതൊരു സഹായം ആവുമായിരുന്നു. അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. മോളൊരു കാര്യം ആഗ്രഹിച്ചിട്ട് അതൊന്ന് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് എനിക്കൊരു സങ്കടമുണ്ട്. മീര ആഗ്രഹിക്കുന്ന വിഗ്രഹം എങ്ങനത്തെയാണെന്ന് അറിയാൻ പറ്റിയാൽ അങ്ങനത്തെ ഒന്ന് കിട്ടുമോ നോക്കാം. എന്നാ ഹരിയേട്ടൻ വേഗം ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ചായ എടുക്കാം. മോളെ, എങ്ങനത്തെ വിഗ്രഹമാ കണ്ടത്? കടലിന്റെ അടിയിൽ കിടക്കുന്ന വിഗ്രഹം. അതല്ല, വിഗ്രഹത്തിന് നിറം എന്താ? സ്വർണ്ണ നിറം. അത് തിളങ്ങുന്നുണ്ടായിരുന്നു. ഞാനും കടലിനടിയിൽ ഒരു വിഗ്രഹം സ്വപ്നം കാണാറുണ്ട്. അത് പണ്ട് നമ്മുടെ തറവാട്ട് അമ്പലത്തിലുണ്ടായിരുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹമായിരുന്നു. ആണോ? അതാണോ അപ്പൊ ഞാൻ സ്വപ്നം കാണുന്നത്? അതറിയില്ല. മോള് സ്വപ്നത്തിൽ കാണുന്ന എന്താണെന്ന് മോൾക്ക് മാത്രല്ലേ അറിയാൻ പറ്റൂ. ശരിയാ. അയ്യോ, എന്താ മോളെ? അതായിരിക്കും അച്ഛനാ വിഗ്രഹം തെറ്റിച്ച് വാങ്ങിക്കൊണ്ട് വന്നതല്ലേ. പാവം, അച്ഛനാ സങ്കടായി കാണും. ഞാൻ പോയി സമാധാനിപ്പിച്ചിട്ട് വരാം. ആ വിഗ്രഹം മുത്തശ്ശി എടുത്തു കേട്ടോ. അപ്പം മോക്ക് വേണ്ടേ? ഭഗവാൻ എല്ലായിടത്തും ഉണ്ടല്ലോ. ഞാൻ കണ്ട വിഗ്രഹം കിട്ടും വരെ ഭഗവാനെ തേടി നടക്കാലോ. ഹരി, പറയ്, എന്തുണ്ട് വിശേഷം? അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അവിടെ എല്ലാവർക്കും സുഖമല്ലേ? അതെ. അമ്മയ്ക്ക് അങ്ങോട്ടൊന്ന് വരണമെന്നും കുട്ടികളൊക്കെ ഒന്ന് കാണണമെന്നുമുണ്ട്. അമ്മ എങ്ങനെ പറഞ്ഞോ? എന്നോടല്ല, മായയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനേ അടുത്ത ആഴ്ച വരാം. ഈ ആഴ്ച കുറച്ച് തിരക്കാ, ഒട്ടും സമയം കിട്ടില്ല. ആയിക്കോട്ടെ. എനിക്കും മനോജിനെ ഒന്ന് കാണണമെന്നുണ്ട്. മീരയുടെ കാര്യങ്ങളൊന്നും മായയെ അറിയിക്കാതെ മനസ്സിൽ കൊണ്ടു നടക്കുന്നതിന്റെ ടെൻഷൻ ഒരുപാടാ. നെഞ്ചില് ഒരു കല്ല് കയറ്റി വെച്ചതുപോലെ ഭാരമാണ്. ഹരി, ആവശ്യമില്ലാതെ ചിന്തിച്ചു കൂട്ടിയുള്ള തോന്നലുകളാ ഇതൊക്കെ. ദേ, മീരയ്ക്കിപ്പോ ഒരു കുഴപ്പമില്ല. അവളെ കണ്ട് നമ്മളിപ്പോ സന്തോഷിക്കേണ്ട സമയാ. എന്തിനാ ടെൻഷൻ അടിച്ച് മനസ്സ് വിഷമിപ്പിക്കുന്നേ? ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് വരാം. ഒന്ന് നേരിട്ട് സംസാരിച്ച മനസ്സിന്റെ ഭാരം കുറയും. ശരി, ഹരി ഫ്രീ ആകുമ്പോൾ വിളിക്ക്. ശരി. അമ്മേ, ഞാൻ പറഞ്ഞ കാര്യം. നീ ഇങ്ങനെ എന്റെ പുറകെ നടന്നിട്ട് ഒരു കാര്യമില്ല. അച്ഛനൊന്നും സമ്മതിക്കില്ല. വെറുതെ എന്നെ വഴക്ക് കേൾപ്പിക്കല്ലേ. അച്ഛനൊന്നും പറയില്ല. അമ്മ അച്ഛനെ കൊണ്ട് പറയിപ്പിക്കാതിരുന്നാ മതി. ഒറ്റ ദിവസത്തെ കാര്യല്ലേ അമ്മ. സ്കൂളിൽ നിന്ന് എല്ലാരും പോകുന്നുണ്ട്. ഞാൻ മാത്രം പോതിരുന്ന നാണക്കേടല്ലേ? നോക്കട്ടെ, ഞാൻ അച്ഛനോട് സംസാരിച്ചു നോക്കാം. അച്ഛനോട് ഞാൻ ചോദിക്കാം. വാ. മനോജേട്ടാ, ഒന്നിങ്ങ് വന്നേ. എന്താടി? അച്ഛാ, സ്കൂളിൽ നിന്ന് വണ്ടേ ടൂറ് പോകുന്നുണ്ട്. ഞാനും പൊയ്ക്കോട്ടെ? സ്കൂളിൽ നിന്ന് എല്ലാരും പോകുന്നുണ്ട്. അമ്മ എന്തു പറഞ്ഞു? അമ്മയ്ക്ക് സമ്മതമാ. ഇനി അച്ഛൻ സമ്മതിച്ചാ മതി. അമ്മയ്ക്ക് സമ്മതമാണെങ്കിൽ നീ പൊക്കോ. ഞാനങ്ങനെ സമ്മതിച്ചിട്ടൊന്നുമില്ല. എന്താ അമ്മ ഇത് പറ്റില്ല. അമ്മയല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് അച്ഛൻ സമ്മതിച്ച അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്.
ദൈവമേ, ഞാൻ പെട്ടോ. ഇപ്പൊ ടൂറിനൊക്കെ കൊടുക്കാൻ മനോജന്റെ കാശുണ്ടോ? കാശ് ഇല്ലായിരിക്കും. പിന്നെ എങ്ങനെ ഇവര് വിടും? ശരിയാ, ഞാനത് ഓർത്തില്ല. അച്ഛാ, അച്ഛൻ കഴിഞ്ഞ മാസം എന്നോട് പറഞ്ഞതല്ലേ ടൂറ് വരുമ്പോ വിടാന്ന്. ഇപ്പൊ എല്ലാരും പോകുമ്പോ ഞാൻ മാത്രം പോതിരുന്ന എനിക്ക് സങ്കടം വരില്ലേ? തന്നെ അവൻ പോയിട്ട് വരട്ടെ അല്ലേ? പൈസ നമുക്ക് ആരുടെയെന്നെങ്കിലും കടം വാങ്ങാലോ. ഇവന് മാത്രം കൊടുത്താ പോരാ, മോളിപ്പോ ട്യൂഷൻ കഴിഞ്ഞ് വരും. വിദ്യക്കും ടൂറുണ്ടോ? ഉണ്ട്, അവളും വരട്ടെ അച്ഛാ. എടാ, അവ രണ്ടുപേരും കൂടെ ചേർന്നുള്ള അറ്റാക്ക് ആയിരുന്നല്ലേ? കൊള്ളാം. അച്ഛാ പ്ലീസ് അച്ഛാ. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അമ്മ പ്ലീസ് അമ്മ. ശരി, ഇനി ഞാനായിട്ട് എതിര് നിൽക്കുന്നില്ല. അച്ഛനും മോനും കൂടി അങ്ങ് തീരുമാനിച്ചതല്ലേ, നടക്കട്ടെ. ഹാപ്പി ആയില്ലടാ? പക്ഷെ ഒരു കാര്യമുണ്ട്, ടൂർ പോകുന്നതിന് മുൻപേ ഒരു കുഴപ്പമില്ലെന്ന് ജോത്സ്യം പറയണം. ആര്? ജോത്സ്യം പറയണം. ഇപ്പൊ ടൂറിന് പോകുന്നതിനേക്കാൾ കാശ് ജോത്സ്യന് കൊടുക്കേണ്ടി വരുമല്ലോ. അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ടൂറിന് വിടണമെങ്കിൽ തടസ്സമൊന്നും ഉണ്ടാവില്ലെന്ന് ജോത്സ്യൻ പറയണം. എടാ, ഞാൻ വിഷമിച്ച് പോകുന്നുണ്ടോ? ഇതിനൊക്കെ എന്തിനാണ് ഈ ജോത്സ്യനെ കാണുന്നേ? കുട്ടികൾ ഒരു വഴിക്ക് പോവല്ലേ, എന്തെങ്കിലും വന്നാൽ നമ്മൾ പോലും കൂടിയില്ല. അപ്പൊ കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോന്ന് അറിയുന്നതിൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. അപ്പൊ ജോത്സ്യനെ കാണാലോ? കാണാം. എന്തായാലും ജോത്സ്യനെ കാണാൻ പോകുമ്പോ മീരയുടെ കാര്യം കൂടി ചോദിക്കണം. അവക്ക് കുഴപ്പമൊന്നും വരാതിരുന്ന സമാധാനമായി. മീരയ്ക്ക് എന്താ കുഴപ്പം? മീരയ്ക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ലെങ്കിൽ മീരയുടെ കാര്യം നോക്കണമെന്ന് നിങ്ങൾ പറഞ്ഞ എന്തിനാ? അപ്പൊ എന്നോട് പറയാത്ത എന്തോ കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ട്. അയൽപ്പക്കത്ത് ആരെങ്കിലും തുമ്മിന്ന് കേട്ടാ പോലും ഞാൻ നിങ്ങളോട് വന്ന് പറയും. പക്ഷെ നിങ്ങൾ എന്നോട് പറയാതെ പല കാര്യങ്ങളും മനസ്സിൽ വെച്ചോണ്ട് നടക്കല്ലേ. ദുഷ്ടൻ. നിങ്ങളാണല്ലോ ഞാൻ ഇത്രയും കാലം സ്നേഹിച്ചതും വിശ്വസിച്ചതും. നീ എന്തിനാ കരയുന്നേ? അത് അത്രയ്ക്ക് വലിയ കാര്യമൊന്നും അല്ല. എന്നാ എന്താ എന്നോട് പറ. ഞാൻ പറയാം, പക്ഷെ നീ ഇത് മായോടോ അമ്മയോടോ പറയരുത്. ഇല്ല, പറയില്ല. മീര ഉണ്ടായ സമയത്ത് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഒരു ജനറ്റിക് സ്ക്രീനിങ് നടത്തിയിരുന്നു. എന്നിട്ട് അതിന്റെ റിസൾട്ട് വന്നപ്പോ മീരയ്ക്ക് ഭാവിയിൽ ചില അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. എന്തസുഖം? അതൊന്നും കൃത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷെ അസുഖം വന്നാൽ അത് ജീവന് വരെ ആപത്താണ്. ഇത്രയും വലിയൊരു കാര്യം അറിഞ്ഞിട്ടാ എന്നോട് പറയാതെ മറച്ചു വെച്ചത്? മോശമായിപ്പോയി മനോജേട്ടാ. മനോജേട്ടാ ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതിപ്പോ എത്ര വർഷമായി ഞാൻ അറിയാതെ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നു. ഇതുപോലെ എത്ര കാര്യങ്ങൾ എന്നോട് പറയാതെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. എന്റെ മനസ്സിൽ ഇതല്ലാതെ വേറൊന്നുമില്ല. വേണ്ട, ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഒന്നേ, നീ എന്തിനാ പിണങ്ങി പോകുന്നേ? ഹരി എന്നോട് പറഞ്ഞിരുന്നു ആരോടും പറയരുതെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് പറയാത്തെ. അപ്പുറത്തെ ഗിരിജയും മനസ്സിലെയും മനോജേട്ടനോട് പോലും പറയരുതെന്ന് പറയുന്ന എത്ര കാര്യങ്ങൾ ഞാൻ മനോജേട്ടനോട് പറയാറുണ്ട്. ധന്യ, ഇത് അതുപോലെ അല്ലല്ലോ. നീ ഇങ്ങോട്ട് നോക്കിയേ, ഇത് കുടുംബത്തിനകത്തെ കാര്യമല്ലേ. അപ്പൊ ഞാനെന്താ നിങ്ങളുടെ കുടുംബമല്ലേ? അയ്യോ, അങ്ങനെ അല്ല. അങ്ങനെയാണ്. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ പെങ്ങള്, ഞാൻ പുറത്തുനിന്ന് വന്ന ആരോ. അങ്ങനെ തന്നെയാ നിങ്ങളുടെ മനസ്സിൽ. അല്ലെങ്കിൽ ഇപ്പൊ ഈ വർത്താനം നിങ്ങളുടെ നാവിന്ന് വരില്ലായിരുന്നു. അതങ്ങനെയൊന്നും അല്ല. നീ വെറുതെ കാട് കയറി ചിന്തിക്കല്ലേ. ശരി, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഇപ്രാവശ്യത്തേക്ക് നീ ഒന്ന് ക്ഷമിക്കേ. ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. കാലൊന്നും പിടിക്കണ്ട, തൽക്കാലത്തേക്ക് ഞാൻ ക്ഷമിക്കാം. പക്ഷെ മേലിൽ ഇത് ആവർത്തിക്കരുത്. ഇല്ല. ഒരു രഹസ്യം എന്നോട് പറയാതെ മനസ്സിൽ സൂക്ഷിക്കരുത്. ഇല്ലെന്ന്. അല്ല, എപ്പോഴും ജോൾസിന്റെ അടുത്ത് പോകുന്നേ? എന്ത് കാര്യത്തിന്? പിള്ളേരുടെ ടൂറിന്റെ കാര്യം. ടൂറിന്റെ കാര്യം നമുക്ക് ഇപ്പൊ വേണമെങ്കിൽ പോവാം. ഇപ്പൊ എനിക്ക് ജോലിയുണ്ട്, നമുക്ക് നാളെ രാവിലെ പോവാം. ആയിക്കോട്ടെ, നാളെ രാവിലെ എന്തായാലും പോവും.
ഹരിയേട്ടാ, ഉം. ഇന്ന് മോളൊരു പാട്ട് പാടുന്ന കേട്ടായിരുന്നു. ഇടയ്ക്ക് ഞാനും കേട്ടായിരുന്നു. നമുക്കിവളെ പാട്ട് പഠിപ്പിച്ചാലോ? നന്നായി പാടുമെന്ന് തോന്നുന്നു. നോക്കാം. മോളുടെ ഇഷ്ടം കൂടി ചോദിച്ചിട്ട് തീരുമാനിക്കാം. ഡാൻസും പഠിപ്പിക്കണം. ഡാൻസ് വേണ്ട. അതെന്താ? അവള് കുഞ്ഞല്ലേ. ഈ പ്രായത്തില് ശരീരം ഇളകി ഒന്നും ചെയ്യണ്ട. എന്തെങ്കിലും വന്നുപോയാൽ പിന്നെ എന്തു വരാൻ? ഹരിയേട്ടൻ എന്താ ഈ പറയുന്നത്? ഈ പ്രായത്തിലല്ലേ ശരിക്കും ശരീരം ഇളകി ഡാൻസും കളരിയും ഒക്കെ പഠിക്കേണ്ടത്. അല്ലാതെ ശരീരം വഴങ്ങാത്ത പ്രായത്തിൽ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അത് ശരിയാ. ഞാനത് ഓർത്തില്ല. എന്നാലും ഡാൻസ് ഇപ്പൊ വേണ്ട. ആദ്യം പാട്ട് പഠിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഡാൻസ് പഠിക്കാം. എല്ലാം കൂടി ഒന്നിച്ച് പഠിച്ച് കുഞ്ഞിനൊരു സ്ട്രെസ് വരരുതല്ലോ. അവക്ക് എന്ത് സ്ട്രെസ്സാ? ഓരോ കുട്ടികളെ കലാതിലകമൊക്കെ അവൻ എന്തൊക്കെയാ പഠിക്കുന്നത്? അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ശരി, ഹരിയേട്ടൻ പറഞ്ഞ പോലെ ചെയ്യാം. ഹരിയേട്ടാ, അമ്മയ്ക്കൊന്ന് മനോജേട്ടന്റെ അടുത്ത് പോയാൽ കൊള്ളാന്നുണ്ട്. അത് മായനോട് പറഞ്ഞിരുന്നല്ലോ. ആ അതെ, പക്ഷേ അത് കഴിഞ്ഞ് ഹരിയേട്ടനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ മനോജിനെ വിളിച്ചിരുന്നു. എന്തോ തിരക്കില്ല. അത് കഴിഞ്ഞ ഉടനെ വരാന്നാ പറഞ്ഞത്. അമ്മയ്ക്ക് ആഗ്രഹം തോന്നുമ്പോഴല്ലേ കാണേണ്ടത്. നമ്മളിപ്പോ അവിടെ ചെന്ന് നോക്കിയാ ഒരു തിരക്കും ഇല്ലാതെ ചേട്ടൻ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഇതേ ധന്യേച്ചി പേടിച്ചിട്ട് പറയുന്നതാ. അതൊന്നും നോക്കണ്ട. നമുക്ക് 2 ദിവസം കഴിയുമ്പോ അമ്മയും കൊണ്ട് മനോജന്റെ വീട്ടിൽ പോവാം. ശരിക്കും? ശരിക്കും. എനിക്ക് അടുത്ത ദിവസം ആ ഭാഗത്തൊരു വിസിറ്റ് ഉണ്ട്. അത് നമുക്ക് ഇങ്ങനൊരു ട്രിപ്പാക്കാം. ഞാൻ ഫ്രണ്ട്സിന്റെ ആരുടെങ്കിലും കാർ എടുക്കാം. നമുക്ക് പെട്രോൾ അടിച്ചാൽ മതിയല്ലോ. ആ മതി. അമ്മേ, അച്ഛൻ വന്നു, വേഗം വാ. മോളെ, അയ്യോ മോളെ, അയ്യോ മോളെ, മോളെ എന്തെങ്കിലും പറ്റിയോ മോളെ? നോക്കി ഓടണ്ടേ മോളെ? തനിക്ക് എന്തായിരുന്നു പണി? മോളെ മര്യാദയ്ക്ക് നോക്കണ്ടേ? മോൾക്ക് വീണു വല്ലതും പറ്റിയിരുന്നെങ്കിലോ? ഹരിയേട്ടാ, അവള് കുഞ്ഞല്ലേ, ഓടുമ്പോ വീഴില്ലേ? ഓടാതെ പിടിക്കണം. തന്റെ ഒപ്പം ഇറക്കി കൊണ്ടുവരണം. പോട്ട് ഹരി, അവക്കൊന്നും പറ്റിയില്ലല്ലോ. ഇനിയിപ്പോ 1ഉം 2ഉം പറഞ്ഞ് വഴക്ക് വേണ്ട. ഒരു വഴിക്ക് പോകാൻ ഇറങ്ങുമല്ലേ. ഞാൻ വഴക്ക് പറഞ്ഞതല്ല അമ്മേ. മോളെ കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്നേ ഉദ്ദേശിച്ചുള്ളൂ. സോറി ഹരിയേട്ടാ. സാരമില്ല, പോട്ടെ. നമുക്ക് പോ. അമ്മേ, ഇങ്ങോട്ട് മോൻ താഴ്ത്തിക്കേ. അമ്മ വിഷമിക്കണ്ട കേട്ടോ. അച്ഛൻ വഴക്കു പറഞ്ഞല്ലേ അമ്മ വിഷമിച്ചത്. അച്ഛൻ എന്തിനാ അമ്മയെ വഴക്കു പറഞ്ഞത്? ഓടിയതും വീണതും ഞാൻ തന്നെയല്ലേ. അപ്പൊ എന്നെയല്ലേ വഴക്കു പറയേണ്ടത്? എന്നിട്ടും ഒന്നും ചെയ്യാത്ത പാവ എന്റെ അമ്മ അച്ഛനോട് സോറി പറഞ്ഞില്ലേ? പറഞ്ഞു. പക്ഷെ അച്ഛനല്ലേ ശരിക്കും സോറി പറയേണ്ടത്. അമ്മയൊന്നും ചെയ്തില്ലല്ലോ. അച്ഛൻ സോറി പറയണം. ഓ പറയാമേ. മായേ, ഞാൻ തന്നെ വഴക്ക് പറയാൻ പാടില്ലായിരുന്നു. അപ്പോഴത്തെ ദേഷ്യത്തിന് അറിയാതെ പറഞ്ഞതാ. സോറി. കണ്ടോ, അച്ഛൻ സോറി പറഞ്ഞല്ലോ. ഇനി അമ്മ സങ്കടപ്പെടാൻ പാടില്ല. ഓക്കേ? ഓക്കേ. എന്നാ നമുക്ക് പോവാം. വാ മുത്തശ്ശി. മോനെ, കഥ കടയ്ക്ക്. വാ പോവാം. വാ അമ്മേ.
മുത്തശ്ശി മുത്തശ്ശി അല്ല എത്ര ദിവസമായി മക്കളെ നിങ്ങളെ കണ്ടിട്ട്? ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുവരാൻ അച്ഛനോട് എപ്പോഴും പറയാറുള്ളതാ മുത്തശ്ശി. അച്ഛൻ എപ്പോഴും തിരക്കാണെന്ന് അമ്മ പറയുന്നത്. അതുകൊണ്ടല്ലേ നിങ്ങളെ കാണാൻ വേണ്ടി മുത്തശ്ശിയും കൂടി ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. മീരെ എന്തൊക്കെയുണ്ട് വിശേഷം? മുത്തശ്ശി ഉള്ളോണ്ട് കഥകളൊക്കെ കേട്ട് രസായി പോകുന്നു. വിദ്യക്ക് സുഖമല്ലേ? സുഖം. വിശാലേട്ടനോ? ആ ഓക്കെയാണ്. ചേട്ടൻ എപ്പോഴും സൈക്കിളിൽ കയറി കറക്കമല്ലേ? ഇന്നലെ അത് കേടായതുകൊണ്ടാ. അല്ലെങ്കിൽ ക്ലാസ്സില്ലാത്ത ദിവസം മുഴുവൻ രാവിലെ ഇവിടെ നിന്നിറങ്ങിയ ഉച്ചയ്ക്ക് കഴിക്കാനേ വരൂ. കഴിച്ചിട്ട് പോയാൽ പിന്നെ സന്ധ്യ കഴിഞ്ഞ് വീട്ടിൽ കയറും. ആണോടാ? അങ്ങനൊന്നും ഇല്ല മുത്തശ്ശി. ആഹാ, നിങ്ങളൊക്കെ ഇങ്ങോട്ട് പോന്നോ? അമ്മയ്ക്ക് നിങ്ങളെല്ലാരെയും കാണണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായി. മനോജിന് സമയം കിട്ടില്ല എന്ന് ഉറപ്പായപ്പോ ഞങ്ങൾ എല്ലാരും കൂടി ഇങ്ങോട്ട് പോന്നു. സുഖല്ലേ മായേ? അതെ. വാ വാ വാ, എല്ലാരും അകത്തേക്ക് വാ. വാ അമ്മേ. മുത്തശ്ശി വാ. നിനക്ക് ഒരു ദിവസം പോലും അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ലടാ. ഞാൻ മാത്രം വന്നാ മതിയോ അമ്മേ? ഇവരെ കൂടെ കൊണ്ടുവരാൻ പറ്റണ്ടേ? ഇവർക്ക് സ്കൂളില്ലാത്ത സമയം നോക്കി കൃത്യമായിട്ട് എനിക്ക് മീറ്റിംഗ് വെക്കും. ഒരു 100 സ്ഥലത്ത് നിന്ന് കാശ് കൊടുക്കാനും വാങ്ങാനും ഒക്കെ ഉള്ളതുകൊണ്ട് അവര് പറയുന്ന സമയത്ത് ചെന്നില്ലെങ്കിൽ പിന്നെ അത് മതി. ആ അത് ശരിയാ. ആ അമ്മേ, ഇനി കുറച്ചു ദിവസം ഇവിടെ നിൽക്ക്. പിള്ളേരെയൊക്കെ കണ്ട് കൊതി തീർന്നതിന് ശേഷം ഇനി മീരെ കാണാൻ കൊതി തോന്നുമ്പോ പൊക്കോ. അതെങ്ങനെയാ മനോജേട്ടാ? അമ്മ അവിടെ ഇല്ലെങ്കിൽ മായക്ക് ആരാ കൂട്ട്? ഹരിക്കെപ്പോഴും ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് പോവേണ്ടതല്ലേ? അവിടെയാണെങ്കിൽ നല്ല അയൽക്കാർ പോലും ഇല്ല. ധന്യേ, ബീന വന്നെന്ന് തോന്നുന്നു. ആ ബീനെ, ആരോ വിരുന്നുകാരി വന്നിട്ടുണ്ടെന്ന് തോന്നല്ലോ. വിരുന്നുകാരൊന്നുമല്ല, വീട്ടുകാർ തന്നെയാ. മനോജേട്ടന്റെ അമ്മയും മായയും ഫാമിലിയും വന്നിട്ടുണ്ട്. ഞാനെന്നാ പിന്നെ വരാം. എന്തിന്? നീ കയറുവാ. ഏയ് ഇല്ല, കുഴപ്പമില്ല. ഞാൻ വെറുതെ ഇറങ്ങിയെന്നേ ഉള്ളൂ. സൂരജ് അപ്പുറത്തെ പിള്ളേരുടെ കൂടെ കളിക്കാൻ പോയി. എന്നാ പിന്നെ ധന്യയോട് സംസാരിച്ചിരിക്കാലോ എന്ന് കരുതി ഇറങ്ങിയതാ. നീ കേറി വാ. വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം ആൾക്കാരല്ലേ. നീ മായൊന്നും കണ്ടിട്ടില്ലല്ലോ. വന്നേ വാ. നമുക്കെന്നാ കളിക്കാൻ പോയാലോ? ആ ഡാടാ, കളിക്കുന്നേ കൊള്ളു, ഒന്നും തട്ടി പൊട്ടിക്കരുത്. ഇല്ല, അച്ഛാ. ചെല് ചെല്. ഡേ സൂക്ഷിച്ചു പൊക്കോ മോളെ. ആ ബീന. ഇത് ബീന, എന്റെ കൂട്ടുകാരിയാ. കുറച്ച് അപ്പുറത്താ താമസിക്കുന്നേ. ഒരു മോനുണ്ട്, സൂരജ്. ഇവിടത്തെ പിള്ളേരെ പോലെ തന്നെയാ. എപ്പോഴും ഓട്ടവും കുസൃതിയൊക്കെയാ. ബീന ഇടയ്ക്കിങ്ങനെ വരും എന്നോട് സംസാരിച്ചിരിക്കാൻ. ബീനെ, ഇതാ മായ, മനോജേട്ടന്റെ പെങ്ങളാ. ഹലോ. ഇത് ഹരി, മെഡിക്കൽ റെപ്പാ. അമ്മയെ പിന്നെ അറിയാലോ. ആ അറിയാം. ബീനയുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് ഒരു ബൈക്ക് ആക്സിഡന്റ് ആയിരുന്നു. 1 വർഷമായി. ഓ, ഇപ്പോ ബീനിയും മോനും മാത്രമേ ഉള്ളൂ. സോറി, ഞാൻ അറിഞ്ഞില്ല. ഏയ് അത് സാരമില്ല. ഇപ്പൊ എനിക്കതൊക്കെ ശീലായി. ഞാൻ എല്ലാവർക്കും ചായ എടുക്കാം. വാ ബീനെ. ആ സന്ദീപ് എന്നായിരുന്നു ബീനയുടെ ഹസ്ബൻഡിന്റെ പേര്. ഒരു പ്രൈവറ്റ് കമ്പനിയിലെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിരുന്നു. കഷ്ടമെന്നല്ലാതെ എന്തു പറയാനാ.